പ്ലസ് ടു എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ടിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ്. നിങ്ങളിപ്പം ജെഇ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഞാനും ഇക്ബാൽ സാറും കൂടെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ജെഇ റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ, ഇല്ലെങ്കിൽ ജെഇ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് ഈ ഡിസ്കഷനിൽ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സാർ, നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ജെഇ റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ? ഫോർ ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ജാനുവരിയിലായിരിക്കും എക്സാം വരുന്നത്. ഇനി 1 ഇയർ ഒന്നും ഇല്ല, മാക്സിമം പോയാൽ ഒരു 6 months ടൈം അവർക്ക് മുമ്പിൽ ഉണ്ടാവും അടുത്ത phase 1 മുമ്പായിട്ട്. പക്ഷെ phase 2 ആണെങ്കിൽ സമയം പിന്നെ ഒരു 2-3 months കൂടെ ഉണ്ടാവും. അപ്പം ഈ 6 മാസം കൊണ്ട് സിലബസ് തീർക്കാന്ന് പറയുന്നത് ഒരു വലിയ ഇഷ്യൂ ആണ് അല്ലേ സാർ? അപ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ സൈലത്തിന്റെ ഈ ഹൈബ്രിഡ് DPP അങ്ങനത്തുള്ള സിസ്റ്റം ഒക്കെ അവരെ അതിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്. യെസ്, ഇതില് ഫണ്ടമെന്റൽ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് +1 +2 NCERT റെഡ്യൂസ്ഡ് സിലബസ് ആണ് ജെഇന്റെ സിലബസ്. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാല് ജെഇ എന്ന് പറയുന്നത് ബോർഡ് എക്സാം പോലെയല്ല, അത് വളരെ ലോ സ്കോറിംഗ് പരീക്ഷയാണ്. ലോ സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ സാർ, ഇപ്പൊ ഈ വർഷം പോലും ജനുവരി സെഷനിൽ 99% കിട്ടാൻ അറൌണ്ട് 146 to ഒരു 200 റേഞ്ചില്, 150 റേഞ്ച് മുതൽ ഒരു 200 കിട്ടിയവർക്ക് പല ഷിഫ്റ്റുകളിലായിട്ട് 99ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ 50% മാർക്ക് ഉണ്ടെങ്കിൽ വരെ അവർക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഇതിലേക്ക് വരും. ഈവൻ 97% 98 കിട്ടിയ പോലും ജനറൽ കാറ്റഗറിയിൽ ഒരു സീറ്റ് ഉറപ്പാണ്. NIT സീറ്റ് ഉറപ്പാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളിലൊന്ന്, ഇത് നമ്മൾ റെഡ്യൂസ്ഡ് NCERT സിലബസിനെ ബേസ് ചെയ്താണെന്നുള്ളതും, രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലോ സ്കോറിംഗ് പരീക്ഷ ആയതുകൊണ്ട് നമ്മൾ 50% കിട്ടിയാൽ പോലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും, ടോപ്പ് റാങ്കിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷം ഉണ്ടാവും നമ്മൾ മനസ്സിലുണ്ടാവുക. പക്ഷെ ഇവിടെ ആക്ച്വലി ഒരു വർഷമില്ല. കാരണം ജനുവരിയിലെ എക്സാം ആണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട പരീക്ഷ. ജനുവരിയിലെ എക്സാമിലേക്ക് നമുക്ക് ഒരു 6 മാസം കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടേതായ ടൈം ടെസ്റ്റഡ്, നമ്മൾ നീറ്റിൽ വർക്ക്ഔട്ട് ചെയ്തു, സക്സസ്ഫുൾ ആയി, ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഒപ്റ്റിമൈസ് ആയിട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജിയാണ് ഹൈബ്രിഡ് മോഡൽ. അപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മളത് യൂസ് ചെയ്യണം. അപ്പൊ അതിൽ ശരിക്കും നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അറൌണ്ട് 180 ഡേയ്സ്, ആ 180 ഡേയ്സിന് നമ്മൾ 50-50, അതായത് 85 ഓഫ്ലൈൻ ഡേയ്സും 85 ഓൺലൈൻ ഡേയ്സുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് കയ്യിലുള്ള സമയം എങ്ങനെയാ വെച്ചാൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മളെ പ്ലാന്. ആ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതായത് 6 months നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രമല്ല, അവരും സ്വയം പഠിക്കാനുള്ള ഒരു ആക്റ്റീവ് ലേണിംഗ് പ്രോസസ്സിൽ വന്നാൽ മാത്രമേ അവർക്ക് റിസൾട്ട് കിട്ടുന്നുള്ള കൃത്യമായ ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പ്ലാൻ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനാദ്യം സമയം തരുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കൃത്യമായി ഒന്നും കൂടെ പഠിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഹൈബ്രിഡ് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ 6 മാസം നമ്മൾ ഫുൾ ഡേ ക്ലാസ് എടുത്താൽ കുട്ടികൾക്ക് പഠിക്കാൻ തീരെ സമയമില്ല. ഇവിടെ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി പിറ്റേ ദിവസം ഓഫ്ലൈൻ ക്ലാസ് വന്നു. ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് കുട്ടി വരുമ്പോൾ അത്രയും കോൺഫിഡന്റ് ആയിട്ടും വരുന്നുണ്ടാവുക. അതായത് അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ടീച്ചർ എടുക്കുന്നത് ഭയങ്കര സ്പീഡിൽ പോണ പോലെ തോന്നും. ടീച്ചേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സംശയം ചോദിക്കാനുള്ള കോൺഫിഡൻസ് പോലും ഉണ്ടാവില്ല. ഇവിടെ നല്ലൊരു കോൺഫിഡൻസിൽ വരികയും നമുക്ക് ഓരോ ദിവസത്തെയും ഡൗട്ട് ക്ലിയറൻസും അതേപോലെ ഡെയിലി ടെസ്റ്റ് സീരീസ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, ബേസിക്കലി നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ പഠനം മാത്രമല്ല ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് അതിൽ വേണം. ഇവിടെ നമ്മൾ എവറി 2 days ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉറപ്പുവരുത്തേ. റെക്കോർഡ് ക്ലാസ് കാണുന്നു, എക്സാം എഴുതുന്നു, പിന്നെ ഓഫ്ലൈൻ ക്ലാസ്, ഡൗട്ട് ക്ലിയറൻസ്, റിപ്പീറ്റ്. അപ്പൊ അത് അങ്ങനെ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് ഭയങ്കര വർക്ക്ഔട്ട് ആവുന്ന ഒരു മോഡലാണത്. ആ ഒരു മോഡൽ തന്നെയാണ് ആക്ച്വലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് ഒരു ആക്റ്റീവ് ലേണിംഗ് നിങ്ങൾ കൂടെ ഭാഗമാക്കണം. അപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അതായത് അന്നെന്നുള്ളത് പഠിച്ചു പോകാം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 6 months കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ജെഇ എന്ന് പറയുന്നത്. അതിലൊരു സംശയമില്ല അല്ലേ സാർ? ഡെഫിനറ്റ്ലി. ഇനി അത് മാത്രമല്ല സാർ, ഇവര് NIT IIT പോയാലും കാണാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് മോഡലൊക്കെ തന്നെയാണ്. കാരണം ലോകം ഹൈബ്രിഡിന്റെ ആ മോഡലിലേക്ക് പോകുമ്പോൾ ഇപ്പൊ IIT പോയി കഴിഞ്ഞാൽ ഒരു സെമസ്റ്റർ 4 മാസം ഉള്ളൂ. ആ 4 മാസം കൊണ്ടാണ് അവർ അത്രയും കോഴ്സസ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാണ് അവർ പോകാൻ പോണത്. അപ്പോൾ ലോകം മുഴുവൻ ആ ഹൈബ്രിഡിലേക്ക് പോകുന്നു. നമ്മളുടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ടൈം ടെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് ഒപ്റ്റിമൈസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അതായത് മാത്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ DPP ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാത്സിന്റെയും പുതിയ DPP നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു 1 year റൺ ചെയ്ത് ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഒരു അഡ്വാൻസ് ഫോം ആണ് നമ്മൾ ഈ വർഷം തരാൻ വേണ്ടി പോകുന്നത്. സാർ, മാത്സ് ആണല്ലോ ഏറ്റവും ഇവർക്ക് ഡിസൈഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു DPPയുടെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ സാർ? മാത്സിൽ 2 കാര്യമുണ്ട്. ഒന്ന്, മാത്സ് ആണ് എല്ലാവർക്കും ടഫ് ഉള്ളത്. കാരണം നമ്മുടെ ബോർഡ് എക്സാം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും എൻട്രൻസ് ക്വസ്റ്റ്യനും തമ്മിൽ ഏറ്റവും കൂടുതൽ ഓഫ്സെറ്റ് ഉള്ള സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ മാത്സ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ടോപ്പ് റാങ്കുകൾ ഡിസൈഡ് ചെയ്യുന്ന സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായിട്ട്, അതായത്
ഒന്ന് കുട്ടികളുടെ വീക്ക്നെസ് ഉള്ള സബ്ജക്റ്റും ആണെന്നും, രണ്ട് കൂടുതൽ ഡിഫിക്കൽട്ട് ആണെന്നും ഡിസൈഡിങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ സമയം മാത്സിന് കൊടുത്തിട്ടാണ് ഒന്നാമത് പഠിപ്പിക്കുന്നത്. 50% ടൈം അഡീഷണൽ, മറ്റു സബ്ജക്റ്റിനെക്കാളും 50% ടൈം അഡീഷണലി എടുത്തിട്ടാണ് നമ്മൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത്. 3 മണിക്കൂറോളം സമയം എവരിഡേ മാത്സ് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സാർ, ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 15 ദിവസം 3 മണിക്കൂർ വെച്ചെന്ന് പറയുമ്പോഴത്തേക്കും 45 അവേഴ്സോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ഒരു മാസം, അതായത് 30 ഡേയ്സ് നിങ്ങൾ ഒരു മന്ത് എടുത്തു കഴിഞ്ഞാൽ 15 ഡേയ്സ് ആണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്. 15 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 അവേഴ്സ് നമുക്ക് ഒരു മന്ത് കിട്ടും. ഒരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയും ഈ പറയുന്ന പോലെ 20 ദിവസം ക്ലാസ് ഉണ്ടാവുള്ളൂ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു കൊല്ലം അതിനേക്കാൾ കുറവ് ഉണ്ടാവുള്ളൂ. കാര്യം ആഴ്ചയിൽ 5 ദിവസം ഉണ്ടാവുള്ളൂ. 20 ദിവസം ക്ലാസ്, 20 ദിവസം ഇൻറ്റു 2 മണിക്കൂർ വെച്ചായിരിക്കും മാത്സ് ഉണ്ടാവും. 20 into 2 40 മണിക്കൂർ. അപ്പം ഹൈബ്രിഡിൽ നമ്മൾ മാത്സിന് പ്രൊവൈഡ് ചെയ്യുന്ന മണിക്കൂറിനേക്കാൾ കുറവ് സമയമേ, അല്ലെ കുറവ് ക്ലാസ് മാത്രമേ നിങ്ങൾക്ക് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി എന്ത് ചെയ്താല് നിങ്ങൾ നോർമൽ കൺവെൻഷണൽ ക്ലാസ്സിൽ ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ക്ലാസ് വളരെ കുറവാണ് അവിടെ. ഇവിടെ ഇത്രയും DPPയും നിങ്ങൾ നോട്ട് എഴുതേണ്ട സമയം ഇവിടെ പോകുന്നില്ല. എനിക്കൊന്നും സാർ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒരു ചാപ്റ്ററിനൊക്കെ 30 ചോദ്യം ചെയ്യുന്നത്. അതെ, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളൂ. നമ്മളൊരു 100+ ക്വസ്റ്റ്യൻസ് ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ചാപ്റ്ററിനും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് ഇത്രയും സമയമുള്ളതുകൊണ്ടാണ് വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് സാർ. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ചാപ്റ്റർ 0 ആണ് പഠിപ്പിക്കുന്നത്. ചാപ്റ്റർ 0 മാത്തമാറ്റിക്സ് അഡീഷൻ മുതൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബേസിക്സ് ഒരു 7 ദിവസമൊക്കെ എടുത്ത് വിശദമായി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ചാപ്റ്റർ 1 പോകുന്നുള്ളൂ. അപ്പോൾ അത് ബേസിക് മാത്സ് എന്ന് പറഞ്ഞ സാധനം ഫിസിക്സിനും കെമിസ്ട്രിനും ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. അഡീഷൻ ഓൺവേർഡ്സ് ഉള്ള ന്യൂമറിക്കൽ സ്കില്ല് നമുക്ക് അറിയാം. ബോർഡ് എക്സാമിന് കാൽക്കുലേറ്റർ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എൻട്രൻസ് എക്സാമിന് കാൽക്കുലേറ്റേഴ്സ് പറ്റില്ല. അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്തിട്ട് അത്രമാത്രം സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളെ ബേസിക്സ് പഠിപ്പിച്ചിട്ട് നിങ്ങളെ ഹൈ ലെവലിലേക്ക് കൊണ്ടുവന്നുള്ളതാണ്. എല്ലാ DPP നിങ്ങൾ നോക്കിയാൽ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് വരെ നിങ്ങൾക്ക് എന്തായിരിക്കും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം 6 months ആണ് നമ്മുടെ മുമ്പിലുള്ള. അതിൽ 5 months കൊണ്ട് നമ്മൾ സിലബസ് തീർക്കും. 1 month റിവിഷൻ ആണ് സാർ. ഈ 1 month റിവിഷനെ കുറിച്ചൊന്ന് സാർ പറയുക. അതായത് phase 1 മുമ്പുള്ള ഒരു റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ആയിട്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ജനുവരിയിലെ എക്സാം ആണല്ലോ ആദ്യം എൻകൗണ്ടർ ചെയ്യാൻ. അപ്പൊ ജനുവരിയിലെ എക്സാമിന് വെൽ ഇൻ അഡ്വാൻസ് നമ്മൾ പോർഷൻ തീർത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൊഡ്യൂളും പിന്നെയും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് പോണത്. ഒരു റൗണ്ട് പിന്നെയും ക്വസ്റ്റ്യനുകൾ ചെയ്ത് അതോടൊപ്പം തന്നെ എക്സാം എഴുതി മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും റിവിഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ എക്സാം. കേരളത്തിൽ ഒരു സ്ഥലത്തും റിവിഷൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. സൈലത്തിൽ മാത്രമേ ഉള്ളൂ റിവിഷൻ. അതായത് JEE മെയിന് മുമ്പ് റിവിഷൻ നടത്തുക എന്ന് പറയുന്നത് സൈലത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ 1 month ഒരു റൗണ്ടും കൂടെ റിവൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ phase 1 നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വിടുന്നത്. ആ phase 1 കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോഴത്തേക്കും phase 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും കൂടിയാണ്. പിന്നീട് നമ്മളൊരു 2.5 months phase 2 മുമ്പായിട്ടും എന്തുണ്ടാകും, റിവിഷൻ ഉണ്ട്. അതായത് phase 1 കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ 6 months കൊണ്ട് വീട്ടിലേക്ക് വിടുകയല്ല നമ്മൾ ചെയ്യുന്നത്. phase 1 കഴിഞ്ഞാൽ മാർക്ക് കുറവുള്ള ആളുകളാണെങ്കിൽ അവരെ phase 2 വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ 2.5 months വീണ്ടും റിവിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും. ഇനി phase 1 നല്ല സ്കോറോടുകൂടി ക്രാക്ക് ചെയ്തവരാണ് അവർ അഡ്വാൻസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് മുമ്പോട്ടുണ്ടാവും. phase 1 നല്ല മാർക്ക് സ്കോർ ചെയ്യാത്തവരെ phase 2 വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നീടുള്ള ഒരു 2.5 month ടൈം എന്ന് പറയുന്നത്, അല്ലേ സാർ, ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അതായിരിക്കും നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം phase 2 കൂടെ കഴിഞ്ഞാൽ പിന്നെ കീമിന് എക്സ്ക്ലൂസീവ് ക്ലാസ് വേണ്ട ആളുകൾ ഉണ്ടാകും, അവർക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യും. അഡ്വാൻസ് വരെ അഡ്വാൻസിന് എന്തായാലും നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അഡ്വാൻസ് ബാച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ എന്ത് പറയുന്ന ഒരു 1 year പ്ലാൻ. അതിൽ വളരെ ഇമ്പോർട്ടൻസ് സാധനം എന്താന്ന് വെച്ചാല് നമ്മളെ മെറ്റീരിയൽസ് അപ് ടു ഡേറ്റ് ആണ്. അതായത് നമ്മൾ തറോലി റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് നമ്മളിത് JEE എന്ന് പറഞ്ഞത് ഓരോ വർഷവും 20ഉം 25 എക്സാംസ് വെച്ച് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ട് ലാർജ് നമ്പർ ഓഫ് എക്സാംസ് നടന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനുകൾ പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേൺസ് ഉണ്ടാവും, കുറെ കാര്യങ്ങളിൽ ഷോർട്ട് കട്ട്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ ടീം ഐഡന്റിഫൈ ചെയ്ത് ആ രീതിയിൽ ആറ്റിക്കുറുക്കി എടുത്തൊരു മെറ്റീരിയൽ, ഏറ്റവും ലേറ്റസ്റ്റ് മെറ്റീരിയൽ ആവും അവർക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് 2026 ജനുവരിയിൽ നിങ്ങൾ JEE എഴുതുമ്പോൾ 2025 ഏപ്രിൽ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ എന്തിലുണ്ടാവും, നിങ്ങളുടെ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 2026 JEEന്റെ സെക്കൻഡ് ഫേസ് ഉണ്ടല്ലോ ഏപ്രിൽ, അതിനു മുമ്പ് 2026 ജനുവരിയിലെ ക്വസ്റ്റ്യനും കൂടി ചെയ്യിപ്പിച്ചിട്ടാണ് വിടുള്ളൂ. phase 1 കഴിഞ്ഞ ഉടനെ phase 1 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യിപ്പിച്ചിട്ട് phase 2 എന്ത് ചെയ്യും, വിടുള്ളൂ. അപ്പൊ അത്ര ഞങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 6 months കൊണ്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
ഡെഫിനറ്റ്ലി NIT-യിലേക്ക് നിങ്ങൾക്ക് ജാനുവരിയിൽ തന്നെ എത്താൻ വേണ്ടി പറ്റും. പിന്നെ IIT-ക്ക് വേണ്ടിയുള്ള ശ്രമം അത്രയും ഫുൾ സ്വിംഗിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ബേസ് തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സൈലത്തിന്റെ റിപ്പീറ്റഡ് പ്രോഗ്രാം ഈ നിങ്ങളുടെ ഫ്രണ്ടിൽ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത്രയും സെന്ററുകൾ ഉണ്ട്. അതായത് നമ്മൾ ഇത്രയും പുതിയ സെന്ററുകൾ ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം പോലെയുള്ള സെന്ററുകളെല്ലാം നമ്മൾ കൊല്ലമൊക്കെ നമ്മൾ ഇത്തവണ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സെന്ററുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഏറ്റവും ബെസ്റ്റ് അക്കാഡമിക്സ്, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്, ഏറ്റവും ബെസ്റ്റ് ക്ലാസ് റൂംസ്, ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽസ്, ഇതിനപ്പുറത്തേക്ക് ഒന്നും കേരളത്തിൽ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിലൊരു സംശയവും ഞങ്ങൾക്കില്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായി യൂട്ടിലൈസ് അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഒരു ചാപ്റ്റർ കഴിഞ്ഞ വർഷം ഞാൻ മാത്തമാറ്റിക്സ് ഇന്ത്യയിൽ മുഴുവൻ ഫാക്കൽറ്റിയുള്ള ഒരു ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ ഒരു എല്ലാവരും ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എങ്ങനെ പോർഷൻ തീർക്കാം. അപ്പൊ ഞാനത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മിനിമലിസം അല്ല, നമ്മൾ അതിന്റെ മറ്റേ എക്സ്ട്രീമാ ചെയ്യുന്നത്. മാക്സിമം കണ്ടന്റ്, മാക്സിമം ക്ലാസ്, അവർക്ക് മാക്സിമം എക്സാംസ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമത്തിന്റെ അങ്ങേ തലയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളത്, പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ ചൂസ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സൈലത്തിനെ ചൂസ് ചെയ്യുക. ആ ആഗ്രഹത്തിന് നിങ്ങൾ എന്ത് ചെയ്യും, റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ എഫേർട്ടും ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവും. അപ്പൊ അതിലൊരു സംശയവും വേണ്ട. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. മെയ് 10 നമ്മൾ ആദ്യ ബാച്ച് ആരംഭിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടിച്ചു പൊളിച്ച് പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഓൾ ദി ബെസ്റ്റ്.